This is last part of module 4, that is business financing. See, for business financing, mainly there are two sources of finance. One is external source, the other one internal source. ജനറലായിട്ട് ഈ ക്യാപിറ്റലിന് അല്ലെങ്കിൽ നമുക്ക് ഫിനാൻസ്, സപ്പോസ് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ് or you are going to set up a factory, so you need finance. From where you are getting that finance? അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന രണ്ട് സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഡൊമസ്റ്റിക് സോഴ്സസ്, മറ്റൊന്ന് എക്സ്റ്റേണൽ സോഴ്സസ്. ബട്ട് ഇൻ അവർ സിലബസ് external sources are not given, so we are studying domestic sources only. Then what are the domestic sources? First one is internal self-finance. Internal self-finance means, suppose an entrepreneur or a producer, he has some past savings. ഇപ്പോൾ ഇയാൾ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ് പാസ്റ്റ് സേവിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റീഇൻവെസ്റ്റിംഗ്. നമുക്ക് പുതിയതായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി നമ്മുടെ കൈവശമുള്ള പാസ്റ്റ് സേവിങ്സ് ഉപയോഗിക്കാം. That is internal self-finance. The past savings of a person or a producer or an institution can be used for reinvesting. So that is internal self-finance. Then second one is equity, debentures and bonds. Companies can issue equity, debentures and bonds. അപ്പോൾ ഈ ഇക്വിറ്റി എന്ന് പറയുന്നത് ദേ ആർ ഷെയർസ്. ഈ നമുക്ക് ഷെയർസും ബോൺസും അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ ദെയർ ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് എ ഷെയർ, വാട്ട് ഈസ് എ ബോണ്ട്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ഷെയർ ആൻഡ് ബോണ്ട് എക്സെട്ര. പിന്നെ എന്താണ് ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, വാട്ട് ഈസ് എ ഡിബഞ്ചർ എന്നൊന്നും എക്സാമിനേഷന് ചോദിക്കില്ല, എങ്കിലും യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഡിബഞ്ചർ ഈസ് ഓൾസോ എ ലോൺ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ ഒരു കമ്പനി ബോറോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലോൺ ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാധ്യമമാണ്, ഒരു മീഡിയമാണ് ഈ ഡിബഞ്ചർ എന്ന് പറയുന്നത്. സോ ദി കമ്പനീസ് ക്യാൻ സെൽ ഡിബഞ്ചേഴ്സ് ആൻഡ് ബോറോ മണി ഫ്രം അതേഴ്സ്. ഇപ്പോൾ ഡിബഞ്ചർ വിൽക്കുക, ബോണ്ട് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഡിബഞ്ചറും ബോണ്ടും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. രണ്ടും കടപ്പത്രം തന്നെയാണ്. ഡിബഞ്ചർ എന്ന് പറയുന്നതും ബോണ്ട് എന്ന് പറയുന്നതും ബോത്ത് ഓഫ് ദം ആർ ലോൺ എഗ്രിമെൻറ്റ്സ്. പക്ഷേ ഡിബഞ്ചർ കുറച്ചുകൂടെ ഷോർട്ട് പീരീഡിലേക്കാണ് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ട്സ് യൂഷ്വലി സ്റ്റാൻഡ്സ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. കൂടുതൽ നാൾ കടമെടുക്കേണ്ടി വരുമ്പോഴാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ചെറിയ പീരീഡിലേക്ക് കമ്പനികൾക്ക് ലോൺ എടുക്കേണ്ടി വന്നാൽ അവിടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, in the case of bonds, when a company issue bonds, the finance or the money they mobilize by selling bonds, it is mainly used for financing fixed capital. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്യാപിറ്റൽ, അവർക്ക് എന്തെങ്കിലും മെഷീനറി, പുതിയതായിട്ട് ബിൽഡിംഗ് പണിയുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ബോണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിക്കുന്നത്. So the money raised by selling bonds, it is mainly used for financing physical capital. അപ്പോൾ ബോണ്ട് വാങ്ങുക അല്ലെങ്കിൽ ബോണ്ട് വിൽക്കുമ്പോൾ അതിന് ഈക്വലൻ്റ് എമൗണ്ടായിട്ടുള്ള ഒരു അസറ്റ് ഈ കമ്പനിയുടെ കൈവശം ഉണ്ടായിരിക്കും. പക്ഷേ ഡിബഞ്ചർ എന്ന് പറയുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ദി ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. മാത്രമല്ല they are mainly used as working capital. ഇവർക്ക് ഡേ ടു ഡേ ആവശ്യങ്ങൾ, അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ബോണ്ട് ആണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മെഷീനറി, ബിൽഡിംഗ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബോണ്ടിൽ നിന്നുള്ള പണം അതിനുവേണ്ടി ഉപയോഗിക്കും. ഡിബഞ്ചറിൽ നിന്നുള്ള പണം നമുക്കിപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങണം, അല്ലെങ്കിൽ വർക്കേഴ്സിന് വേജസ് കൊടുക്കണം, ഇതൊക്കെ നമ്മുടെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ദേ ആർ ഓൾ ദി ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ്. അതിനുവേണ്ടി
ഡിബഞ്ചറിൽ നിന്നുള്ള പണം ഉപയോഗിക്കും. അപ്പോൾ ഡിബഞ്ചറിന് പ്രത്യേകിച്ചൊരു ബാക്കപ്പ് ഇല്ല, ഈ അസറ്റ്സിൻ്റെ ഒന്നും ഒരു ബാക്കപ്പ് ഇല്ല. അത് മറ്റൊരു ഡിഫറൻസ് ആണ്. സോ നെവർ എ ക്വസ്റ്റ്യൻ വിൽ ബി ആസ് ലൈക്ക് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ബോത്ത് ആർ ലോൺ അഗ്രിമെൻറ്റ്സ്. പിന്നെ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, സാധാരണ ഷെയർസും ബോണ്ട്സും ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഈ ബോണ്ട് സാധാരണ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യാറുണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ഇഷ്യൂ ചെയ്യാറുണ്ട്, അവരെല്ലാവരും ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ഡിബഞ്ചേഴ്സ് സാധാരണ കമ്പനികൾ മാത്രമേ ഇഷ്യൂ ചെയ്യാറുള്ളൂ. ഈ ഗവൺമെൻറ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറില്ല, അത് കമ്പനികളാണ് കൂടുതലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസമാണ്. Then the third important source is public deposits. Public deposits means for a short period of time the public can deposit their money with the public limited companies. In India it is not common. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതായത് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ക്യാൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദി പബ്ലിക്. ബാങ്കുകളെ പോലെ ഇവർക്കും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാം. അതാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് എമൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ്. ദെൻ നെക്സ്റ്റ് ഈസ് ലോൺസ് ഫ്രം ബാങ്ക്സ്. So that is a major source. So whenever a company is in need of money, they can borrow money from banks as loans. അപ്പോൾ ലോൺസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ബോൺസ് ഉണ്ട്, ലോങ് ടേം ബോൺസും ഉണ്ട്. അപ്പോൾ എന്തായാലും they can avail loans from the commercial banks. Then next is Indigenous Bankers. Indigenous Bankers എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ there are so many private local banks. ഇപ്പോൾ ചെറിയ ചെറിയ ലോക്കൽ ബാങ്ക്സ് അവർ usually they are charging a very high interest rate, but the loan procedure will be very simple. So if a businessman is borrowing money from an indigenous bankers, he has to pay a higher interest rate. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് അങ്ങനത്തെ ചെറിയ ചെറിയ ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദേ വിൽ ഗീവ് ലോൺസ്. ഇപ്പോൾ ഗോൾഡ് ലോൺ കൊടുക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദെൻ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. See, this kind of finance institutions are started just to finance one particular purpose. For example, industrial finance. അപ്പോൾ നമുക്കിവിടെ ഒരു ബാങ്ക് ഉണ്ട്, IDBI. അപ്പോൾ IDBI ഈസ് ഫിനാൻസിങ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് IDBI ചെയ്യുന്നത്. ഇതുപോലെ പല പല സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദേ ആർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ലോൺ കൊടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദേ ആർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. So the companies can borrow money from them. അപ്പോൾ ഇതെല്ലാം, these are all different sources of capital or sources of finance. The next is shares and bonds. See, when a company wants to raise money or capital, they can issue shares or bonds. അപ്പം കമ്പനിക്ക് പണം ആവശ്യം വരുമ്പോൾ അവർക്ക് ഒന്നുകിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാം. എ ഷെയർ ഈസ് എ സ്റ്റേക്ക് ഇൻ ദി ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. നിങ്ങൾ ഷെയർ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗം വിലയ്ക്ക് വാങ്ങുന്നു എന്നാണ്. സോ ദാറ്റ് ഈസ് വൈ വി സേ ഇറ്റ് ഈസ് എ സ്റ്റേക്ക് ഇൻ ദി ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. ബട്ട് ബോണ്ട്സ് ആർ ലോൺ അഗ്രിമെൻറ്റ് ദാറ്റ് എ കമ്പനി എൻറ്റേഴ്സ് ഇൻ ടു ദി വിത്ത് ദി ഇൻവെസ്റ്റർ. ഇപ്പോൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അതൊരു ലോൺ അഗ്രിമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ബോണ്ട് വാങ്ങിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ കമ്പനിയുടെ ഒരു ലോൺ അഗ്രിമെൻറ്റ് വാങ്ങുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ്. അതിൽ എഴുതിയിട്ടുണ്ടാവും, എവറിഥിങ് വിൽ ബി റിട്ടൺ. വാട്ട് ഈസ് ദി പീരിയഡ് ഓഫ് ടൈം, വാട്ട് ഈസ് ദി എമൗണ്ട് ദാറ്റ് വി ആർ ലെൻഡിങ്, വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ബോണ്ടിനകത്തുണ്ടാവും, ആ സർട്ടിഫിക്കറ്റിനകത്തുണ്ടാവും. നമ്മളത് വില കൊടുത്ത് വാങ്ങുന്നു. ഇപ്പോൾ 10,000 ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ആർ ഗിവിങ് എ ലോൺ ഓഫ് 10,000 ടു എ കമ്പനി ഓർ ടു ദി പേഴ്സൺ ഹു ഈസ് ഇഷ്യൂയിങ് ദി ബോണ്ട്. ആരായാലും, ഗവൺമെൻറ് ആയാലും കമ്പനി ആയാലും ആരായാലും. ഇനിയും ആ എഗ്രിമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിനകത്ത്, ആ ബോണ്ടിനകത്ത് എഴുതിയിട്ടുണ്ടാവും
what is the amount, what is the interest rate, what is the period of time. ഇപ്പോൾ 5 years ആണെങ്കിൽ after 5 years you will get your money back with the interest rate specified in the bond. ആ ബോണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് നമ്മുടെ പണം തിരിച്ചു കിട്ടും. അതാണ് ഒരു ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ ബോണ്ട് ആൻഡ് എ ഷെയർ. ഒരു ഷെയറും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ബോണ്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ബോണ്ടാണ്, സെക്കൻഡ് പാർട്ടാണ് ഷെയർ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. അവിടെ മുകളിൽ ആ ഹെഡിങ് വിട്ടുപോയി. ഇപ്പോൾ ബോണ്ട് എന്ന് പറയുന്നത് ദി ഇൻവെസ്റ്റർ ലെൻസ് മണി ടു എ കമ്പനി. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കടം കൊടുക്കുന്ന ആൾ, അയാൾ ഈ കമ്പനിക്ക് പണം കടം കൊടുക്കുകയാണ് ബോണ്ട് വാങ്ങിക്കുന്നത് വഴി ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഷെയർസ് ദി ഇൻവെസ്റ്റർ ഓൺസ് പാർട്ട് ഓഫ് ദി കമ്പനി. ദി ഇൻവെസ്റ്റർ ഓൺസ് പാർട്ട് ഓഫ് ദി കമ്പനി. നമുക്ക് ആ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നത്. മറ്റിടത്ത് നമ്മൾ പണം കടം കൊടുക്കുന്നു, ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഓണറായി മാറുന്നു. ഇനി രണ്ടാമത്തെ വ്യത്യാസം, ദി ഇഷ്യൂസ് ഓഫ് ബോണ്ട്സ് ആർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനീസ് എക്സെട്ര. ബട്ട് ഷെയർസ് ആർ ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ മാത്രമേ, നമ്മൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്താണെന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കമ്പനികൾ മാത്രമേ ഷെയർ ഇഷ്യൂ ചെയ്യാറുള്ളൂ. പക്ഷേ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആകാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, കമ്പനികളാകാം, ആർക്ക് വേണമെങ്കിലും ബോണ്ട് ഇഷ്യൂ ചെയ്യാം. ഇൻ ദി കേസ് ഓഫ് ബോണ്ട്സ് റിസ്ക് ഈസ് വെരി ലോ. ഈ ബോണ്ടിൻ്റെ കേസിൽ റിസ്ക് വളരെ കുറവാണ്. പക്ഷേ ഷെയർസിൻ്റെ കേസിൽ റിസ്ക് ഈസ് വെരി ഹൈ. കാരണം ഇൻ ദി കേസ് ഓഫ് ഷെയർസ് സംടൈംസ് വി വിൽ ഗെറ്റ് എ പ്രോഫിറ്റ്, സംടൈംസ് വി വിൽ നോട്ട് ഗെറ്റ് എ പ്രോഫിറ്റ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ബോണ്ട്സ് വി വിൽ ഗെറ്റ് ദാറ്റ് ഇൻട്രസ്റ്റ്. അത് വളരെ സർട്ടൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ദെൻ ബോണ്ട് ഹോൾഡേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ് ആസ് എ ഫിക്സഡ് പേയ്മെൻറ്റ്. ബോണ്ട് വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ, ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻറ്റ് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ്. ഇപ്പോൾ ഡിവിഡൻ്റ് ആണ് കിട്ടുന്നത്, പക്ഷേ അത് ഉറപ്പൊന്നുമില്ല. ഇഫ് ദി കമ്പനി ഈസ് മേക്കിംഗ് എ പ്രോഫിറ്റ് യു വിൽ ഗെറ്റ് ഡിവിഡൻറ്റ്, അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. പിന്നെ നമുക്ക് പറയാവുന്നത്, ഇൻ ദി കേസ് ഓഫ് ബോണ്ട്സ് റിട്ടേൺസ് ആർ സർട്ടൺ, ബട്ട് ഇൻ ദി കേസ് ഓഫ് ഷെയർസ് റിട്ടേൺസ് ആർ നോട്ട് സർട്ടൺ, ഇറ്റ് ഈസ് അൺസർട്ടൺ. So that means for bond holders, they will get their returns in the form of interest. That is sure. But in the case of those who invested in shares, if the company is making a profit, then they will get dividend or they will get returns. Otherwise, they will not get any returns. That is why we say, in the case of bonds, returns are certain, but in the case of shares, returns are uncertain. See, another difference is as bond holders have a higher claim on assets, so they have a chance to recover their capital. ഇപ്പം ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നു, അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിലും ബോണ്ട് വാങ്ങിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബോണ്ട് വഴി പണം കടം കൊടുത്തിരിക്കുന്നവർക്ക് ആ കമ്പനിയുടെ അസറ്റ്സിൽ നിന്ന് അവർ കൊടുത്ത പണം റിക്കവർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഷെയർസ് സച്ച് എ പോസിബിലിറ്റി ഈസ് ലെസ്. അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരുടെ പണം മുഴുവൻ മിക്കവാറും നഷ്ടപ്പെടും. പക്ഷേ ബോണ്ടിൽ ഈ ഒരു കമ്പനി സ്റ്റോപ്പ് ചെയ്താലും ആ കമ്പനിയുടെ അസറ്റ്സിൽ നിന്ന് ബോണ്ട് വാങ്ങിയവരുടെ പണം തിരികെ കിട്ടും. സോ ദാറ്റ് ഈസ് അനദർ ഡിഫറൻസ്. ദെൻ the capital is paid back in full to the investor at maturity. ബോണ്ടിൻ്റെ കേസിൽ സാധാരണഗതിയിൽ how much is the money that we are lending to the company, how much we are giving as loan to the company, that amount will be recovered or we will get our money back at the time of maturity. അത് എത്ര നാളത്തേക്കുള്ളൊരു ബോണ്ടാണോ ആ സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പണം തിരികെ കിട്ടും. But in the case of shares, such a thing is not there. The amount of capital the investor gets back depends on the share price when the stocks are sold.
അതായത് കമ്പനി വിൽ നോട്ട് ഗിവ് യുവർ മണി ബാക്ക്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് യുവർ മണി ബാക്ക്, യു മസ്റ്റ് സെൽ ദി ഷെയർസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ദെൻ യു ക്യാൻ ഗെറ്റ് യുവർ മണി ബാക്ക്. അല്ലാതെ ഇതിനൊരു പ്രത്യേക മച്യൂരിറ്റി പീരീഡ് ഇല്ല. അപ്പോൾ അതൊരു അടുത്ത ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം. ബോണ്ട് ഹാസ് എ മച്യൂരിറ്റി പീരീഡ് ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. മേ ബി 3 years, 3 years അല്ലെങ്കിൽ 5 years, എത്രയെങ്കിലും ഒരു മച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. പക്ഷേ ഷെയറിൻ്റെ കേസിൽ അങ്ങനെ മച്യൂരിറ്റി പീരീഡ് ഇല്ല. ദർ ഇസ് നോ മച്യൂരിറ്റി പീരീഡ്. ഇറ്റ് ഈസ് പെർപ്പച്വൽ. അപ്പോൾ അത് ലൈഫ് ലോങ് ആണ്. നമ്മൾ ഷെയർ വാങ്ങിയാൽ ആ കമ്പനി ഒരിക്കലും നമ്മുടെ പണം തിരികെ തരേണ്ട കാര്യമില്ല. സോ ഇറ്റ് ഈസ് പെർപ്പച്വൽ. സോ ദീസ് ആർ ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ bonds and shares. Next is a money market and a capital market. See, first of all, you may understand what is a financial market. A financial market deals with financial assets such as stocks, bonds, treasury bills, currencies, etc. എന്ന് പറഞ്ഞാൽ ഷെയർ, ബോൺസ്, ട്രഷറി ബിൽസ്, ദാറ്റ് മീൻസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഈ 3 monthsലേക്ക് ഗവൺമെൻറ് പണം കടം വാങ്ങിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. കറൻസീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോറിൻ കറൻസീസിലുള്ള ട്രേഡാണ്. സോ ഇൻ എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ദി 2 components of a financial market are money market and capital market. First of all, what is a money market? Money market deals with short-term financial assets. That is, the financial assets which has a maturity period of 1 year or less than 1 year. അപ്പോൾ ഷോർട്ട് ടൈം ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 year അതിൽ കുറവോ ആയിരിക്കും. So a financial market which deals with short-term funds and with a maturity period of 1 year or less than 1 year, that is a money market. Then what are the functions of a money market? First one is financing trade. See, the trade is to be conducted, then the traders need money. So the money market provide the required cash or money for undertaking trade. ഇപ്പോൾ ട്രേഡ് നടത്താൻ ആവശ്യമായ ഫിനാൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് മണി മാർക്കറ്റാണ്. ഇറ്റ് ഈസ് ത്രൂ മണി മാർക്കറ്റ്. ദെൻ ഫിനാൻസിങ് ഇൻഡസ്ട്രി. സോ the required amount of finance for the development of industries, that also will be provided by the money market. Then profitable investment. So those who want to invest, there is an opportunity. The money market is providing an opportunity for investment. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് സേവ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുന്നത്. So the money market is providing that opportunity for investment. Then financial mobility. See, there are savers, those who save, and there are people, those who needs this money to invest. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് സേവ് ചെയ്യുന്നു. ഈ സേവ് ചെയ്യുന്നത് ആർക്ക് ആവശ്യമുണ്ട്? ഇപ്പോൾ ഇൻഡസ്ട്രീസിനും അതുപോലെ മറ്റുള്ള ബിസിനസ്സുകാർക്കൊക്കെ ആവശ്യമുണ്ട്. So our saving is to be transferred from one sector to another sector. നമ്മുടെ കയ്യിലുള്ള പണം ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് പോകണം. സോ ദി ഫിനാൻഷ്യൽ മൊബിലിറ്റി ഈ മണി മാർക്കറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ദി മൊബിലിറ്റി ഓഫ് ഫിനാൻസ് ഫ്രം വൺ സെക്ടർ ടു അനദർ സെക്ടർ ഓർ ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ്. ദെൻ ഇക്കണോമിക് ഗ്രോത്ത്. സി വെൻ ദർ ഈസ് ട്രേഡ്, more investment, more production, etc., there will be more economic growth. That is obvious. ഇപ്പോൾ കൂടുതൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും ട്രേഡും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. So these are the main functions of money market. Then what is a capital market? See, mainly we can say a capital market deals with the long-term funds or long-term financial assets. Usually the maturity period will be more than 1 year.
1 ഇയറോ അതിലധികമോ ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിലെ മച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മെയിൻലി എ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 മേജർ കാറ്റഗറീസ്: പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. Primary market deals with, or in a primary market, newly issued shares. That means suppose a company is issuing the shares for first time. This is traded through the primary market. ഒരു കമ്പനി പുതിയതായി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ് പ്രൈമറി മാർക്കറ്റിൽ വിൽക്കുന്നത്. ബട്ട് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ് ഓൾറെഡി ഇഷ്യൂഡ് ഷെയർസ്, ഇറ്റ്സ് ട്രേഡിംഗ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് LIC അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്തു. ഇറ്റ് വാസ് ത്രൂ ദി പ്രൈമറി മാർക്കറ്റ്. ആൻഡ് നൗ ആഫ്റ്റർ ഇഷ്യൂയിങ് ദി ഷെയർസ്, നൗ ട്രേഡിംഗ് ഈസ് ഗോയിങ് ഓൺ. LICയുടെ ഷെയർ ഇപ്പോൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡറി മാർക്കറ്റ് വഴിയാണ് അത് നടക്കുന്നത്. സോ ദറ്റ് ഈസ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. I am explaining only the important points, otherwise it will take more time. So if you need more explanation, you can read the book. ഞാൻ അതിൻ്റെ ബേസിക് ഐഡിയാസ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. Then what are the functions of capital market? First one is allocative function. ഇപ്പം ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അലോക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ട്സ് എസ് എ ലിങ്ക് ബിറ്റ്വീൻ ദി സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ഗ്രൂപ്പ് സേവ് ചെയ്യുന്നു, ആ സേവ് ചെയ്യുന്നത് ഉപയോഗിച്ച് അവർ അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ക്യാപിറ്റൽ മാർക്കറ്റ് വഴിയാണ് ഇവരുടെ സേവിങ്സ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് പോകുന്നത്. ദാറ്റ് ഈസ് അലോക്കേറ്റീവ് ഫംഗ്ഷൻ. Then it encourages savings. Again, we are getting an opportunity to invest in shares that is provided by the capital market. So, we have a tendency to save more. നമുക്ക് കൂടുതൽ പണം സേവ് ചെയ്താൽ we can invest more in shares and all. So, we will get more returns. അപ്പോൾ അതൊരു ഇൻസെൻറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻ്റ് ആണ് നമുക്ക് സേവ് ചെയ്യാൻ. Then it encourages investment. See, when investors needs money, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ പണം ആവശ്യമുണ്ട്. If they can raise these funds through the capital market, ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ മാർക്കറ്റ് വഴി അവർക്ക് ഈ പണം കണ്ടെത്താം. സോ അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെയും അത് എൻകറേജ് ചെയ്യും. ഇറ്റ് ഈസ് ആൻ എൻകറേജ്മെൻറ്റ് ടു ദി ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് മോർ. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത്. വെൻ ദർ ഈസ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ്, മോർ സേവിങ്സ് എക്സെട്ര, there will be more development in the economy. So because of that, there will be more economic growth. Then capital market acts, or it has an indicative function. Suppose the capital market or the share market ആണ് സാധാരണയായി നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ. Suppose the share market is performing well, or there is a boom in the share market, then what we can do, so that shows the economy itself is performing well. അപ്പോൾ ഷെയർ മാർക്കറ്റ് നല്ലതായി, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം, ഓർ വെൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഫങ്ഷനിങ് വെൽ, ദാറ്റ് മീൻസ് ദി ഇക്കോണമി ഇറ്റ് സെൽഫ് ഈസ് ഫങ്ഷനിങ് വെൽ. സോ ദാറ്റ് ഈസ് ദർ ഇസ് ആൻ ഇൻഡിക്കേറ്റീവ് ഫങ്ഷൻ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇക്കോണമിയുടെ മൊത്തത്തിലുള്ള ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അതാണ് ഇൻഡിക്കേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലിക്വിഡിറ്റി ഫങ്ഷൻ. Liquidity function means, see, suppose you have purchased the shares of a company and now you have shares but you have no money, but you are in urgent need of money. Immediately you can sell your shares through the stock market and you can get your money back. അതാണ് ലിക്വിഡിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഷെയർസ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. സോ ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ഫംഗ്ഷൻ. Then what are the major differences between money market and capital market? First thing already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. In the case of money market, it deals with the short term funds. Capital market deals with the long term funds or long term assets. Then capital market is well organized, but money market is not. Money market well organized അല്ല, capital market well organized ആണ്. So that we can understand from the stock exchanges in India.
സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡഡ് ഇൻ മണി മാർക്കറ്റ് ക്യാരി ലോ റിസ്ക് ബട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാരി ഹൈ റിസ്ക്. ഈ മണി മാർക്കറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ റിസ്ക് കുറവാണ്. കാരണം മണി മാർക്കറ്റിലെ റിട്ടേൺസ് സേർട്ടൻ ആണ്, ക്യാപിറ്റൽ മാർക്കറ്റിലെ റിട്ടേൺസ് സേർട്ടൻ അല്ല. അതുകൊണ്ട് മണി മാർക്കറ്റിൽ റിസ്ക് കുറവാണ്, പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ റിസ്ക് കൂടുതലാണ്. സംടൈംസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ് ദർ വിൽ ബി എ ലോസ്, സംടൈംസ് ദർ വിൽ ബി പ്രോഫിറ്റ്. If share prices are going up, then there will be a profit. If there is share prices are going down, then there will be a loss. Then ഇവിടെ ഹൈ റിസ്ക് ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ പറയുന്നത് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ദർ ഇസ് എ ചാൻസ് ഫോർ ഗെറ്റിംഗ് ഹൈ റിട്ടേൺസ്, ബട്ട് ഇൻ ദി മണി മാർക്കറ്റ് ദി റിട്ടേൺസ് വിൽ ബി ലോ. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ റിട്ടേൺസ് സേർട്ടൻ ആണ്, പക്ഷേ റിട്ടേൺസ് കുറവായിരിക്കും. ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ റിസ്ക് ആണ്, ലോസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഗെറ്റിംഗ് മോർ റിട്ടേൺസ്. Then usually the maturity of money market instruments is less than 1 year, 1 year or less than 1 year. But in the capital market, either it is more than 1 year or it is perpetual. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ, അത് ലൈഫ് ലോങ് ആവാം, എത്ര വേണമെങ്കിലും ആകാം. അത് നമുക്കൊരിക്കലും once you purchase the shares of a company, the company will never give your money back. അത് എന്നത്തേക്കുമായിട്ടാണ് നമ്മൾ ആ പണം കമ്പനിക്ക് ഷെയർ വാങ്ങിയിട്ട് കമ്പനിക്ക് പണം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ സെല്ലിംഗ് ദി ഷെയർസ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ മണി മാർക്കറ്റ് ഈസ് അൺസിസ്റ്റമാറ്റിക് ഇൻ നേച്ചർ, വെയർ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഇൻ നേച്ചർ. ഇപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് അൺസിസ്റ്റമാറ്റിക് ആണ്, ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബോഡിയാണ്. Then what is a stock market? Stock market refers to the collection of markets and exchanges where regular activities of buying and selling and issuance of shares of publicly held companies take place. എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. A stock market is a collection of markets and exchanges where the buying and selling of or the issuance of the shares of പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ടേക്സ് പ്ലേസ്. അപ്പോൾ ഒന്നുകിൽ ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത് ബൈയിങ് സെല്ലിങ്, അതുപോലെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുക, ഇതെല്ലാം നടക്കുന്ന കളക്ഷൻ ഓഫ് മാർക്കറ്റ്സ് ആൻഡ് എക്സ്ചേഞ്ചസ്. അതായത് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. Then stock market is an institution which provides a platform for buying and selling of existing securities. ഇപ്പം നിലവിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നിലവിലുള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വഴിയാണ് നമ്മുടെ ഷെയർ വിൽക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദി സ്റ്റോക്ക് മാർക്കറ്റ് വി ആർ ബൈയിങ് ന്യൂ ഷെയർസ്. Then a stock market is a similar designated market for trading various kinds of securities in a controlled, secure and managed environment. ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് thousands and thousands of people are participating in a stock market in the buying and selling of shares. So everything should be in a controlled, secure and managed environment. വളരെ പ്രോപ്പറായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന, വളരെ സെക്യൂറായ അല്ലെങ്കിൽ സേഫായ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സിൻസ് ദി സ്റ്റോക്ക് മാർക്കറ്റ് ബ്രിങ്സ് ടുഗദർ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഹു വിഷ് ടു ബൈ ആൻഡ് സെൽ ഷെയർസ്, ഇറ്റ് എൻഷുവേഴ്സ് ഫെയർ പ്രൈസിംഗ് പ്രാക്ടീസസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ട്രാൻസാക്ഷൻ. ഇവിടെ പ്രൈസിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രോപ്പറായ രീതിയിൽ ഫിക്സ് ചെയ്യുന്ന പ്രൈസാണ് ഷെയർ പ്രൈസസ്. ദർ ഈസ് നോ ഫ്രോഡ്, നോബഡി ക്യാൻ ഡു എനി ഫ്രോഡ്. ദർ ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് എവറി മൊമെൻറ്റ് വി ക്യാൻ സീ
how many people are waiting to buy the shares, or how many people are ready to sell the shares, what is the price offered by the people who wants to buy, what is the price that the people who wants to sell, ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേരിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആർക്കും യാതൊരു തരത്തിലുള്ള മറ്റുള്ളവരെ പറ്റിക്കാനോ അമിതമായി പ്രൈസ് ഈടാക്കാനോ ഇതിനൊന്നിനും സാധിക്കില്ല. ദെൻ the following are the important functions of stock market: providing liquidity and marketability to existing securities. ഇപ്പം നിലവിലുള്ള സെക്യൂരിറ്റി, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിക്വിഡിറ്റിയുടെ കാര്യം. എപ്പോഴെങ്കിലും നിങ്ങൾക്കിത് വിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിത് വിൽക്കാം. ഇറ്റ് ഈസ് ത്രൂ സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഇമ്മീഡിയറ്റ്ലി വി ക്യാൻ കൺവേർട്ട് ദിസ് സ്റ്റോക്സ് ഓർ ഷെയർസ് ഇൻ ടു ലിക്വിഡ് ക്യാഷ്. it is possible through the stock market. Then pricing of securities. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല എന്ന് വിചാരിക്കുക, ഹൗ വി ക്യാൻ ഫിക്സ് ദി പ്രൈസ് ഓഫ് ഷെയർസ്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സോ ദി സ്റ്റോക്ക് മാർക്കറ്റ്, ദി പ്രൈസ് ഓഫ് ഷെയർസ് ആർ ഫിക്സ്ഡ്. അവിടെയാണ് ഇത് തീരുമാനിക്കുന്നത്, ഡിറ്റർമിൻഡ്. അപ്പം അതിനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻ. ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ് എവറിഥിങ് ഈസ് വെരി സേഫ്. യു വിൽ നെവർ ലൂസ് യുവർ മണി. ഒരിക്കലും നമ്മൾ ഷെയർ വാങ്ങാൻ കൊടുത്തു, നമുക്ക് കിട്ടിയില്ല, നമ്മുടെ പണം തിരിച്ചു കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. സോ ദർ ഈസ് സേഫ്റ്റി. ദെൻ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഇക്കണോമിക് ഗ്രോത്ത്. ത്രൂ ദി സ്റ്റോക്ക് മാർക്കറ്റ് പീപ്പിൾ ആർ getting money and investing money. There will be more production, there will be more economic growth. Spreading of equity cult. Spreading of equity cult means, see, in India, for ordinary people, they are not much aware of the share market. എങ്ങനെ ഷെയർ വാങ്ങണം, എങ്ങനെ ഷെയർ വിൽക്കണം, ഇത് ഒരുപാട് പണം വേണോ ഇതൊക്കെ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സാധാരണക്കാർക്ക് അറിയില്ല. സോ ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ് to give publicity and create awareness among the people regarding stock culture. ഈ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. ദെൻ പ്രൊവൈഡിങ് സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ. ഈ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെക്കുലേഷനാണ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്. We buy the shares on the expectation that in future the share prices will increase and that time we can make a profit. അപ്പോൾ അതൊരു സ്പെക്കുലേഷനാണ്. ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് മറ്റ് ഫീൽഡിലൊന്നും ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല, ബട്ട് ഇറ്റ് ഈസ് അലൗഡ്. ഈ ഗ്യാംബ്ലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഏകദേശം ഒരു ഗ്യാംബ്ലിംഗ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഷെയർ വാങ്ങുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ലാഭം കിട്ടാം, ചിലപ്പോൾ ലോസ് വരാം, ബട്ട് ദിസ് ഈസ് അലൗഡ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് stock market. Then next we have to study about the two important stock exchanges in India. One is National Stock Exchange. See, this is one of the leading stock exchange of India, which is located in Mumbai, and it was established in 1992 as the first dematerialized electronic exchange in the country. ഇപ്പോൾ ഡീമെറ്റീരിയലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബിഫോർ ഇൻ ദി പാസ്റ്റ് വെൻ എ പേഴ്സൺ ഈസ് ബൈയിങ് സം ഷെയർസ്, ഹി വാസ് ഗെറ്റിംഗ് സം ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ്. കുറച്ച് പേപ്പേഴ്സ് കിട്ടുമായിരുന്നു. നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുമ്പോൾ ആ ഷെയറിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടുമായിരുന്നു. ബട്ട് നൗ ദർ ആർ നോ സച്ച് ഡോക്യുമെൻറ്റ്സ്. എവറിത്തിങ് ഈസ് ഇൻ എ വെർച്വൽ ഫോം ഓൺലി. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻറ്റും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇറ്റ് വാസ് ഇൻ എ ഡീമെറ്റീരിയലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു. അതായത് അവിടെ ഈ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ഫോമിലായിരുന്നില്ല. ഇറ്റ് വാസ് ത്രൂ ഇൻ എ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ദെൻ ഇറ്റ് ഈസ് ദി വേൾഡ്സ് 10th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് NSE എന്ന് പറയുന്നത് 2021 ഡേറ്റ അനുസരിച്ച് ഇറ്റ് ഈസ് ദി വേൾഡ്സ് 10th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മുടെ NSE വേൾഡിലെ 10th ലാർജസ്റ്റ് ആണ്. ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബൈ സെബി ഇൻ April 1993.
and commenced its operations in 1994. അപ്പോൾ ഇത് സെബി ഇതിനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് 1993-ലാണ്. ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1994-ലാണ്. ഇൻ ഫെബ്രുവരി 2000 ദി NSE സ്റ്റാർട്ടഡ് ആൻ ഇൻ്റർനെറ്റ് ട്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് 2000-ലാണ്. The next is BSE, Bombay Stock Exchange. Actually, this is the oldest stock exchange in India as well as in Asia. It started in 1875. 1875-ലാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ 1850s itself, ഇറ്റ് വാസ് ഇൻ എ ഡിഫറെൻറ്റ് ഫോം. ഈ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നില്ല. പക്ഷേ 1850s ഈ ബോംബെയിൽ എ ഫ്യൂ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ദേ വർ സിറ്റിംഗ് അണ്ടർ എ ബനിയൻ ട്രീ. ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈ സ്റ്റോക്ക് ഷെയർസ് വിൽക്കുന്ന ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. But in 1875 they got a permanent place, and in 1875 it was called the Native Share and Stock Brokers Association. അന്നത്തെ അതിൻ്റെ പേര് അതായിരുന്നു. പിന്നീടാണ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചായി മാറിയത്. ആൻഡ് ദിസ് ഈസ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആൻഡ് ഇറ്റ് ഹാസ് എ സ്പീഡ് ഓഫ് 6 microseconds. എന്ന് പറഞ്ഞാൽ in every 6 microseconds the updation is taking place. ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഇൻഡെക്സ് ഒക്കെ അറിയാം. ആ ഇൻഡെക്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡിസസ്. ഈ ഓരോ സ്റ്റോക്ക് മാർക്കറ്റിനും അതിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബാരോമീറ്റർ ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, അവിടെ പ്രൈസ് കൂടുകയാണോ കുറയുകയാണോ, ഇതൊക്കെ ഈ ഇൻഡെക്സ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇപ്പോൾ ഇൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മോർ ദാൻ 7,000 കമ്പനീസ് ആർ ലിസ്റ്റഡ്. അപ്പോൾ ഈ 7,000 കമ്പനീസിൻ്റെയും ഷെയർ പ്രൈസ് എടുത്ത് എത്ര എണ്ണം കൂടി കുറഞ്ഞു എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് വി വിൽ ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ ബൈ സീയിങ് ദി സ്റ്റോക്ക് ഇൻഡെക്സ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഷെയർ പ്രൈസ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒരു ബാരോമീറ്റർ എന്ന് പറയുന്നത്. ദെൻ ദി ഇൻഡെക്സ് ഓഫ് NSE ഈസ് നിഫ്റ്റി, NIFT, നിഫ്റ്റി. ഈ നിഫ്റ്റി എന്ന് പറയുന്നത് 2 വേർഡ്സ് ചേരുന്നതാണ്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ 50 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നിഫ്റ്റി. എന്താണ് ഈ 50യുടെ പ്രത്യേകത? ഫോർ എസ്റ്റിമേറ്റിംഗ് ഓർ കൺസ്ട്രക്റ്റിംഗ് ദി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഇൻ നിഫ്റ്റി, ദി ഷെയർ പ്രൈസസ് ഓഫ് 50 ലീഡിംഗ് കമ്പനീസ് ആർ ടേക്കൺ. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 50 കമ്പനികളുടെ ഷെയർ പ്രൈസസ് എടുത്തിട്ടാണ് ഈ നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊരു വെയ്റ്റഡ് ആവറേജ് ആണ് ആ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 50 NSEയിൽ മോർ ദാൻ 6,000 കമ്പനീസ് ആർ രജിസ്റ്റേർഡ്. അതിൽ നിന്ന് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 50 കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസ് അത് കൂടുന്നോ കുറയുന്നോ അതിനനുസരിച്ച് ഇൻഡെക്സ് മാറിക്കൊണ്ടിരിക്കും. ദെൻ സെൻസെക്സ് ഈസ് ദി ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ഇവിടെ അവർ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വെയ്റ്റഡ് ഇൻഡെക്സ് ഓഫ് 30 വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 30 കമ്പനികളുടെ ഷെയർ പ്രൈസസിൻ്റെ ഒരു ആവറേജ്, ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 30 കമ്പനികൾ. മോർ ദാൻ 7,000 കമ്പനീസ് ആർ ദെയർ. ഔട്ട് ഓഫ് ദിസ് ഓൺലി 30 ലീഡിംഗ് കമ്പനീസ് ഷെയർ പ്രൈസസ് ആർ ടേക്കൺ. ഈ 30 കമ്പനികളുടെ ഷെയർ പ്രൈസസ് അതിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ദിസ് 30 കമ്പനീസ് ആർ കോൾഡ് ബ്ലൂ ചിപ്പ് കമ്പനീസ്. അതിനെ വിളിക്കുന്നത് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്നാണ്. ഇനിയും അവസാനമായിട്ട്, സപ്പോസ് യു വാണ്ട് ടു ബൈ ഷെയർസ് ഫ്രം എ സ്റ്റോക്ക് മാർക്കറ്റ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് യു മസ്റ്റ് നീഡ്?
നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ട്സ് വേണം നിങ്ങൾക്ക് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് വി നീഡ് ആൻ ഓർഡിനറി ബാങ്ക് അക്കൗണ്ട്, ഒരു SB അക്കൗണ്ട് വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് വേണം. സോ you must have a bank account and you must have sufficient money in your bank account. Then if you want to buy shares, you approach a stock broker. നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് നമുക്ക് വി നീഡ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ, ദെൻ അവർ ബാങ്ക് പാസ്ബുക്ക് എക്സെട്ര. ഇത്രയുമായിട്ട് നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് ചെന്നാൽ they will open a trading account and a demat account for us. Immediately now we can open a trading account and demat account. Online ആയിട്ട് നമുക്കിത് ചെയ്യാം. Suppose you have a bank account through net banking also we can open a demat account or trading account. അതും പോസിബിൾ ആണ്. ഇനി suppose you want to buy shares from a stock market. Then as I told, first of all what you are doing, ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്. നമുക്ക് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു ഓർഡർ കൊടുക്കണം ഷെയർ വാങ്ങാൻ അല്ലെങ്കിൽ വിൽക്കാൻ, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു പാസ്വേഡും ID ഒക്കെ ഉണ്ടാവും. വിത്ത് nowadays there is no need to approach the brokers for buying and selling of shares. We can do it ourselves. അവരതിനൊരു പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്കതിനൊരു IDയും പാസ്വേഡും ഉണ്ടാവും. You can log into the trading account, then you can place an order. ഇപ്പോൾ ഷെയർ വാങ്ങണം, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണം. ഇപ്പോൾ നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ ഷെയർ വാങ്ങണം. You just select the share. Then you have to select you have to quote the price. എത്ര പ്രൈസിലാണ് നമ്മളത് വാങ്ങാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ വാട്ട് ഈസ് ദി കറൻറ്റ് പ്രൈസ് ഇൻ ദി മാർക്കറ്റ്, ദെൻ യു ക്യാൻ ഗീവ് ആസ് എ മാർക്കറ്റ് ഓർഡർ. അതായത് കറണ്ട് ഇപ്പം നിലവിലുള്ള പ്രൈസ് എത്രയാണോ അതിൽ നിങ്ങൾക്ക് ഷെയർ വാങ്ങാം. അതല്ല, യു വാണ്ട് ടു ബൈ ദി ഷെയർസ് ഇഫ് ദി ഷെയർ പ്രൈസസ് ഈസ് കമ്മിങ് ഡൗൺ ബൈ 10 rupees, 10 രൂപ കുറഞ്ഞാൽ മാത്രം വാങ്ങിയാൽ മതി. അപ്പം നമുക്കതിനെ ഒരു ലിമിറ്റ് ഓർഡർ എന്ന് പറയും. അങ്ങനെ ഒരു ഓർഡർ കൊടുത്ത് നമുക്ക് ഷെയർ വാങ്ങാൻ പറ്റും. ഇൻ ദാറ്റ് കേസ് ഇഫ് ദി ഷെയർ പ്രൈസസ് കം ഡൗൺ ടു ദാറ്റ് ലെവൽ, ദാറ്റ് ടൈം ഓൺലി ദി എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ഓർ ട്രേഡിംഗ് ടേക്ക് പ്ലേസ്. ഇപ്പം നമ്മൾ കൊടുത്ത ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. ഇഫ് ദി പ്രൈസ് ഈസ് നോട്ട് കമ്മിങ് ഡൗൺ ദെൻ അവർ ഓർഡർ വിൽ ബി ക്യാൻസൽഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. പിന്നെ അത് ആ ഓർഡർ ക്യാൻസലായി പോവും, നടക്കില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് ഷെയർ വാങ്ങാം. അപ്പോൾ ആ ഷെയർ വാങ്ങണമെങ്കിൽ ഫ്രം അവർ ബാങ്ക് അക്കൗണ്ട് സഫീഷ്യൻറ്റ് മണി ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ട്രേഡിംഗ് അക്കൗണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആവശ്യത്തിനുള്ള പണം ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പർച്ചേസിങ് പവർ കാണാം. അങ്ങനെ പർച്ചേസിങ് പവർ കണ്ടതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പർച്ചേസിങ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയറിന് ഇങ്ങനെ ഓർഡർ കൊടുക്കാനും വാങ്ങാനും സാധിക്കുകയുള്ളൂ. Then once you purchased the shares, where you can store this, അതിനുള്ള ഒരു പ്ലേസ് ആണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഡിമാറ്റ് അക്കൗണ്ട് ഈസ് എ പ്ലേസ് ഫോർ സ്റ്റോറിങ് ദി ഷെയർസ് ദാറ്റ് വി പർച്ചേസ്. ഏത് തരത്തിലുള്ളതും ഷെയർസ് ആണെങ്കിലും ശരി, ഓർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ മ്യൂച്വൽ ഫണ്ട്, ഇതിലെവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദിസ് വി ആർ സ്റ്റോറിങ് ഇൻ എ ഡിമാറ്റ് അക്കൗണ്ട്. സോ ഇറ്റ് ഈസ് എ റിപ്പോസിറ്ററി ഫോർ ദി ഷെയർസ്. നമുക്കിത് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ചിലർ ദേ ആർ കണ്ടക്ടിങ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ വാങ്ങുന്നു, അന്ന് തന്നെ ആ ഷെയർ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിന് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ തന്നെ ആവശ്യമില്ല. അവിടെ നമ്മൾ സൂക്ഷിക്കുന്നില്ല, ഷെയർ സൂക്ഷിക്കുന്നില്ല. ഇന്ന് വാങ്ങിയാൽ ഇന്ന് തന്നെ വിൽക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടാണ് മെയിനായിട്ടും വേണ്ടുന്നത്. സോ എനിവേ യു ക്യാൻ transfer money from bank account to trading account. From there you can give a buy order or sell order, whatever it is.
ഇപ്പോൾ നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്തു, ബൈ ഓർഡർ കൊടുത്തു, വി ആർ ബൈയിങ് ദി ഷെയർസ് ആൻഡ് വി ആർ ഹോൾഡിംഗ് ദി ഷെയർസ് ഇൻ ദി ഡിമാറ്റ് അക്കൗണ്ട്. അത് ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഈ ഷെയർ ഒക്കെ സൂക്ഷിക്കുന്നത്. എന്താണ് ഈ ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ? ഡിമാറ്റ് മീൻസ് ഡീമെറ്റീരിയലൈസ് എന്നാണ്. അതായത് ഈ നിലവിൽ നമുക്ക് ഫിസിക്കൽ ഡോക്യുമെൻ്റ് ഇല്ല, അതിനെയെല്ലാം ഡീമെറ്റീരിയലൈസ് ചെയ്തു. അതിൽ നിന്നാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത്. സോ ഡിമാറ്റ് അക്കൗണ്ട് ഈസ് എ സ്റ്റോറേജ് സ്പേസ് ടു ഹോൾഡ് ദി ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് പർച്ചേസ്ഡ്. നമ്മൾ വാങ്ങുന്ന ഷെയറും സെക്യൂരിറ്റീസും ഒക്കെ സൂക്ഷിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലാണ്. ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് ഇൻ ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വി നീഡ് ദിസ് മച്ച് ഓൺലി. സോ ഇഫ് യു ആർ മോർ ഇൻട്രസ്റ്റഡ്, കുറച്ച് കാര്യങ്ങൾ കൂടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ നമ്മൾ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യുക. ഇറ്റ് ഈസ് ഹൈലി റിസ്ക്. ഇപ്പം നമുക്ക് നമ്മുടെ പണം കുറേ നാളത്തേക്കൊക്കെ സൂക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയറൊക്കെ വാങ്ങാവൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി ഷെയർ വാങ്ങി സംടൈംസ് ദർ വിൽ നോട്ട് ബി എനി പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ലോസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഷെയറിൻ്റെ പ്രൈസ് കൂടുന്നത് വരെ. സോ ഇഫ് യു ഹാവ് പേഷ്യൻസ് ആൻഡ് ഇഫ് യു ഹാവ് ദാറ്റ് മച്ച് മണി to wait, then you can buy shares and make a profit. So this much only in this module. You listen to this class as well as read the textbook. Then it will be easy for you. So today I am stopping here. Next one more module is there, that we will finish in 3 or 4 classes. So for the time being, thank you.